നീ നമ്മുടെ മോനെ കൊണ്ട് അകത്ത് വെക്കൂ, ഇല്ലെങ്കിൽ ചിക്കനാണെന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കൻ അവൻ തിന്നും. മോനെ വാ, 2 പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ? എല്ലാവർക്കും ആരമ ലൈഫ് വ്ലോഗ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ടില്ലേ, നമ്മൾ ഇന്ന് ചിക്കൻ ഗ്രിൽ ചെയ്യാൻ പോവാണ്. നമ്മുടെ വീട്ടിലല്ല, ഔട്ട്ഡോർ ആണ്. ഒരു 6ന്റെ കരയിൽ വെച്ചിട്ടാണ് ചിക്കൻ ഗ്രിൽ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ഫുള്ളും കാണണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ ഗ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ആദ്യം നമുക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. ഭയങ്കര എളുപ്പത്തിലാട്ടോ ചെയ്യുന്നത്. ഒന്നുമില്ല, ചെറിയൊരു സവാളയുണ്ട്, പിന്നെ കുറച്ച് പുതിനയില, പിന്നെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു 3-4 കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി കേട്ടോ, അതെടുക്കുക. ഇതെല്ലാം കൂടെ ആദ്യം നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാമേ. ഇനി നമ്മൾ അതിലേക്ക് തൈരാണ് ചേർക്കാൻ പോകുന്നത്. ഇത് നല്ല പുളിയുള്ള തൈരാണ്, ഞാൻ അതുകൊണ്ട് നാരങ്ങ നീര് ചേർക്കുന്നില്ല, തൈരിന് പുളി ഉള്ളതുകൊണ്ട്. ഇതൊരു 2-2.5 ടേബിൾ സ്പൂൺ ഒക്കെ ആണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്താണ് അരയ്ക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മളപ്പോൾ അരച്ചെടുത്ത ഒരു പേസ്റ്റ്. ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇനി അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ്, അതൊരു 3 ടീസ്പൂണാണ്. എരിവൊന്നുമില്ല കേട്ടോ. ഇനി കുരുമുളക് പൊടി, അതൊക്കെ നമ്മുടെ എരിയുടെ അനുസരിച്ചിട്ട് ഞാനിപ്പോൾ 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പോടെ ചേർത്ത് കൊടുക്കും. കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണേ. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ചതച്ച മുളക്. ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ഇനി നമുക്ക് ഈ ചിക്കനകത്തോട്ട് ഈ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാമേ. ഇതിപ്പം ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്, ബാക്കി അപ്പുറത്തുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് ബാക്കി അതിലോട്ടും തേച്ച് കൊടുക്കും. ഈ ചിക്കൻ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് വരഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ, കാരണം മസാലയൊക്കെ ഒന്നുള്ളോട്ട് പിടിക്കണ്ട, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ചിക്കൻ്റെ പീസിലും ഞാൻ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു കുറഞ്ഞതൊരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഉപ്പും പുളിയും എരിയൊക്കെ ഒന്ന് പിടിക്കേണ്ട അതിനകത്തോട്ട്. അപ്പോൾ നമുക്കൊരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഗ്രിൽ ചെയ്യാം. എന്നെ കൊണ്ട് പൊക്കാൻ പറ്റത്തില്ല, പൊക്കാൻ അടിക്കാതെ ഇനി ഒരെണ്ണം കൂടെ വേണോടാ. ഓ അപ്പോൾ നമ്മൾ എല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിത് കനലുണ്ടാക്കിയെടുക്കണ്ടേ. അപ്പോൾ നമുക്ക് ചാർക്കോളൊന്നും നമുക്ക് വാങ്ങിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ചിരട്ടയുടെ കനലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കത്തിച്ചോ. മണ്ണെണ്ണയും കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് നമ്മൾ കർപ്പൂരമൊക്കെ വെച്ച് എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോവാണ്. ഇനി ഇതൊന്ന് കത്തിപ്പിടിച്ച് വന്നിട്ട് ഫുൾ കനലാക്കാം. അപ്പോൾ കനൽ നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട്. ഭയങ്കര ചൂടാട്ടോ, ഒരു രക്ഷയില്ല. അപ്പം നമുക്ക് ഓരോ ചിക്കൻ പീസ് എന്നിട്ട് നമുക്ക് ചിക്കൻ ലെഗ് പീസ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതാ ഗ്രില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണയിൽ കൂടെ. ഷിയാസിന് ഭയങ്കര ഡെഡിക്കേഷനാണ് കേട്ടോ. ഷിയാസ് ആ ചിക്കൻ്റെ പുറകിൽ നിന്ന് മാറുന്നില്ല. ഇതാ നമ്മളപ്പോൾ ചിക്കനൊക്കെ തിരിച്ചിട്ടിട്ടുണ്ട്. ഒരു സൈഡായി കരിഞ്ഞതുപോലെ തോന്നും, പക്ഷേ കരിഞ്ഞിട്ടില്ല കേട്ടോ. ആ ഒരു എന്താ പറയുക, ഒരു കരിഞ്ഞ കളറ് വന്നതേ ഉള്ളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചിക്കൻ്റെ മണം അടിച്ചിട്ടാണെന്ന് കേട്ടോ. കുറച്ച് അപ്പൂമാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്.
വീണ്ടും ഷിയാസ്. അപ്പോൾ അവന്മാർ കഴിപ്പ് തുടങ്ങി. എങ്ങനെയുണ്ടടാ? എന്ത് കൊള്ളത്തില്ലെന്നാണോ അതോ കൊള്ളാമെന്നാണോ? പറയാൻ പറ്റില്ല. ഷിയാസ് എങ്ങനെയുണ്ടടാ? നീ സത്യസന്ധമായിട്ട് ഉത്തരം പറയും. ഇറമ്പൊക്കെ പോകണം. അനിയ പറ, ഇനി എങ്ങനെയുണ്ട്? നീ നമ്മുടെ മോനെ കൊണ്ട് അകത്ത് വയ്ക്കൂ, ഇല്ലെങ്കിൽ ചിക്കൻ ആണെന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കൻ അവൻ തിന്നും. മോനെ വാ. രണ്ട് പഴം കൂടി കുത്തിക്കയറ്റിക്കൂടെ? ഓ ചേട്ടന്മാര് നാരങ്ങകളൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നേ. കുടിക്ക്, ക്ഷീണം മാറട്ടെ. ചിക്കനൊക്കെ ഉണ്ടാക്കിയതല്ലേ 3 പേരും കൂടെ, നന്നായിട്ട് കുടിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പൊറോട്ടയും ചിക്കൻ ഗ്രില്ലും അതുപോലെ തന്നെ ചപ്പാത്തി എന്തൊക്കെയായിരുന്നു, നാരങ്ങ വെള്ളം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വയറൊക്കെ നിറഞ്ഞു. ഇവിടെ വന്നില്ലേ 2-3 അങ്കിളുമാരൊക്കെ ഉണ്ടെന്ന് കുളിക്കാൻ വന്നേരം, അവർക്കൊക്കെ 3 പേർക്കും വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ നിങ്ങൾ എൻജോയ് ചെയ്തോ? എങ്ങനെ ഉണ്ടായിരുന്നു ചിക്കൻ? അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.